ഈ അടുത്ത കാലത്തൊന്നും എന്നെ ഇത്ര സ്ട്രൈക്ക് ചെയ്തൊരു സെൻറ്റൻസ് ഞാൻ വായിച്ചിട്ടില്ല. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കളെ മുന്നിൽ വെച്ച് അതിൽ നിന്നൊന്നിനെ മാത്രം തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെടും. ഏതോ അദൃശ്യ തുലാസിൻ്റെ ഒരു തട്ടിൽ സ്വപ്നങ്ങളെയും മറുതട്ടിൽ ബന്ധങ്ങളെയും വെച്ച് ഏത് വലുത് ഏത് ചെറുത് എന്ന് തീരുമാനിക്കാൻ ജീവിതം ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയിട്ടുള്ളവരാണ് നമ്മിൽ പലരും. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ചിലയിടത്ത് ശ്വാസം മുട്ടി ജീവിക്കുന്നു. ചില ആൾക്കാർ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ചില ആളുകൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളും നെഞ്ചിൽ പേറിയിട്ട് മരവിച്ച് ജീവിക്കുന്നു. ചില ആളുകളാവട്ടെ പാകമാവാത്ത ഉടുപ്പിൽ ശ്വാസം മുട്ടി ജീവിക്കുന്നത് പോലെ പലരാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും അതല്ലെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ റിലേഷൻഷിപ്സൊക്കെ പോലെ അങ്ങനെയും ജീവിക്കും. ഇങ്ങനെ ഒരു നെഗറ്റീവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത് പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അപ്പോൾ അവരുടെ ഉത്തരം കുറച്ച് വിയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അതായത് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രയാസങ്ങൾക്കിടയിലും പ്രയത്നിച്ചവർക്ക് പ്രപഞ്ചം നല്ല പ്രഭാതങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷേ പ്രയത്നിച്ചവർക്ക് വേണ്ടി മാത്രം നല്ല പ്രഭാതങ്ങൾ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.